എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പിന്നോക്ക ന്യൂനപക്ഷ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. അപ്പോൾ മുഖ്യഘട്ടത്തിലേക്കുള്ള അലോട്ട്മെൻറ്റിനേക്കുള്ള അപേക്ഷയാണ് ഇന്ന് അവസാനിക്കുക, അതായത് ജൂൺ 5-ാം തീയതി അവസാനിക്കുക. അപ്പോൾ സപ്ലിമെൻ്ററി ഘട്ടം ഉണ്ട് എങ്കിലും ആ ഒരു ഘട്ടത്തിൽ പല സ്കൂളുകളിലും സീറ്റ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ മുഖ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് നിലവിലെ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ, അതായത് ആ ഒരു സ്കൂളിൽ വല്ല വേക്കൻസി മറ്റൊരു കോഴ്സിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കോഴ്സ് മാറാനുള്ള അവസരം കിട്ടുക. അതല്ലാതെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനോ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട വഴി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണിക്കകം നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾ സ്കൂളിൽ കൊടുക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു അപേക്ഷ നിങ്ങൾ കൊടുക്കേണ്ടത് സ്കൂളിൽ പോയിട്ട് നേരിട്ട് ആപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ല് ചെയ്തിട്ടാണ് സ്കൂളിൽ ആണ് കൊടുക്കേണ്ടത്. ഫോം സ്കൂളിൽ നിന്നാണ് കിട്ടുക. ഇത് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികളുടെ SSLCയുടെ മാർക്ക് ഡീറ്റെയിൽസ് മാത്രവും ആണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കയ്യിൽ എടുക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ അത് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സമുദായമാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ പ്രസ്തുത വിവരം തെളിയിക്കുന്നതിനായിട്ട് റവന്യൂ അധികാരികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ നടത്തുക. നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ അപേക്ഷ സ്കൂളിൽ നേരിട്ട് പോയിട്ടാണ് അപേക്ഷാ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 9-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കും, അതായത് അഡ്മിഷന് വേണ്ടി നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പോൾ ഇന്ന കോഴ്സിന് നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, അതായത് എന്തൊക്കെയാണ് അഡ്മിഷന് വേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് HSK വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. എന്നാൽ അഡ്മിഷനായിട്ട് നിങ്ങളെ സ്കൂളിൽ നിന്നാണ് വിളിക്കുക. സ്കൂളിൽ നിന്ന് നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾ അഡ്മിഷനായിട്ട് വിളിക്കുന്ന സമയത്ത് പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏത് കോഴ്സിൽ അഡ്മിഷൻ നേടാനായിട്ടാണ് വിളിക്കുന്നത്, അപ്പോൾ ആ ഒരു കോഴ്സിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ സപ്ലിമെൻ്ററി ഘട്ടം ഉണ്ട് എങ്കിൽ കൂടി കമ്മ്യൂണിറ്റി കോട്ടയിൽ വേക്കൻസി ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഖ്യഘട്ടത്തിൽ തന്നെ അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പല സ്കൂളിലും സപ്ലിമെൻ്ററി ഘട്ടം നടത്താറില്ല, കാരണം സീറ്റ് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.